കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് യേശയ്യാ പ്രവചനം 40-ാമത്തെ അധ്യായം നമ്മൾ ധ്യാനിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിൻ്റെ അവസാനത്തെ ഭാഗം ഇന്ന് ധ്യാനിച്ച് ആ ഭാഗം നമ്മൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. 27-ാമത്തെ വാക്യം, എന്നാൽ എൻ്റെ വഴി യഹോവയ്ക്ക് മറഞ്ഞിരിക്കുന്നു, എൻ്റെ ന്യായം എൻ്റെ ദൈവം കാണാതെ കടന്നുപോയി ഇരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രായേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്ത്? നിനക്ക് അറിഞ്ഞുകൂടായോ? നീ കേട്ടിട്ടില്ലയോ? യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ അറുതികളെ സൃഷ്ടിച്ചവൻ തന്നെ. അങ്ങ് ക്ഷീണിക്കുന്നില്ല, തളർന്നു പോകുന്നുമില്ല. അങ്ങയുടെ ബുദ്ധി അഭ്രയമത്രേ. അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എങ്കിലോ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ ഭാഗം അണ്ടർലൈൻ ചെയ്യാത്ത ആരും കാണത്തില്ല. ആമേൻ. കാരണം ദൈവം തൻ്റെ ജനത്തോട് താൻ തിരഞ്ഞെടുത്ത് വേർതിരിച്ച് അഭിഷേകം ചെയ്ത ജനത്തോട് സംസാരിക്കുമ്പോൾ നമുക്കിതിനെ ഹൈലൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആമേൻ. ആര് പറഞ്ഞാലും വാക്ക് മാറും. ഭൂമിയിലേത് മനുഷ്യൻ എന്ത് പറഞ്ഞാലും, എത്ര വിശ്വസ്തനെന്ന് ലോകം പ്രഖ്യാപിച്ചാലും അവൻ്റെ വാക്കുകൾ മാഞ്ഞും പോകാം, മറഞ്ഞും പോകാം. പക്ഷേ നിന്നെ സൃഷ്ടിച്ച സ്വർഗസ്ഥനായ പിതാവ്, നിന്നെ തിരഞ്ഞെടുത്ത ദൈവം, നിന്നെ വിലപ്പെട്ടവനാക്കി മാറ്റി തീർത്ത ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞെങ്കിൽ അത് തീർച്ചയായിട്ടും ദൈവം നിവർത്തിക്കും. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ദൈവം യാക്കോബോടും ഇസ്രായേലോടും പറയുന്ന കാര്യം അക്രൈസ്തവരോട് പറയുന്നവരല്ല, രക്ഷിക്കപ്പെട്ട ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിനോടും ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേൽ ജനത്തോടും അരുളി ചെയ്യുന്ന ഒരു മനോഹരമായ വാഗ്ദത്ത ഭാഗമാണ് നാം ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ പോകുന്നത്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരോടും ദൈവം സംസാരിക്കും. നിങ്ങൾ വന്നതുപോലെ മടങ്ങിപ്പോകത്തില്ല. കാരണം കഴിഞ്ഞ 2 ആഴ്ച ധ്യാനിച്ച ഭാഗങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചവർക്ക് ഈ ആഴ്ച വിടുതലയും ദിവസമാണ്. നിങ്ങളുടെ ക്ഷീണങ്ങളെ മാറ്റി നിന്റെ ബലഹീനതകളെ വഹിച്ച്, ബലഹീനതകൾക്ക് പകരം ബലനും ക്ഷീണത്തിന് പകരം ശക്തിയെയും ദൈവം പകരും എന്ന തിരുവചനം അരുളി ചെയ്യുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയും ദൈവം നമ്മളെ ഒരു പ്രോസസ്സിൽ കൂടി വഹിച്ചു. പക്ഷേ ഈ ആഴ്ച ദൈവം പ്രോമിസിൽ കൂടെ വഹിക്കാൻ പോവുകയാണ്. മനസ്സിലാക്കുന്നവർ ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീണ്ടും ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തിയെയും ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധനായ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് ദൈവസന്നിധിയിൽ ഞാൻ ധ്യാനിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെ ബലത്തിൻ്റെ ഉറവിടം കർത്താവായ യേശു ക്രിസ്തുവാണ്. പിതാവ് പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരമാണ് ദൈവമക്കൾക്ക് വെച്ചിരിക്കുന്ന സകല നന്മകളും. നാം ക്ഷീണിച്ചിരിക്കുന്നതും, നാം ബലഹീനതയോടെ ഇരിക്കുന്നതും, ഇല്ലായ്മയിൽ ഇരിക്കുന്നതും വളരെ വ്യക്തമായി നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. ഒരു മലയാളിയെ സംബന്ധിച്ച് അവൻ്റെ വീട്ടിൽ ഒന്നുമില്ലെങ്കിലും, ഇപ്പം 1000 രൂപ നോട്ടില്ല, 2000 നോട്ടില്ല, ഒന്നുമില്ലെങ്കിലും ഒരു നോട്ട് അവൻ്റെ ഖദർ ഷർട്ടിൻ്റെ പോക്കറ്റിലുണ്ടാവും. പക്ഷെ ദൈവത്തിന് അറിയാം എത്ര ഉണ്ട്, എന്തുണ്ടെന്ന്. ഇന്ന് പകൽക്കാലം ആ ഖദർ ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെക്കാൻ ഇല്ലാത്തവനെ പോലും ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി, മനോഹരമായി വഴി നടത്താൻ മതിയായവൻ എന്നുള്ള വാഗ്ദത്ത വചനം കഴിഞ്ഞ 2 ആഴ്ചയും ഒരുക്കത്തോട് ദൈവസന്നിധിയിൽ ഇരുന്നവരുടെ ജീവിതത്തിൽ
അത് പരിശുദ്ധനായ ദൈവം നിറവേറ്റാൻ പോകുകയാണ്. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഏതൊരു ദൈവവൈതലും ക്ഷീണിച്ചിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും കൂടെ ഇരുന്ന് ആരാധിക്കുന്നവർക്കും അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും വളരെ നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തി നിന്നെ തിരഞ്ഞെടുത്ത് ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നമ്മൾ ആരാ? മാനസാന്തരത്തോട് മടങ്ങി വന്ന ജനമാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാൻ, നമ്മുടെ പാപ വഴികളെ വിട്ട് നീതിയുടെ വഴിയിൽ സഞ്ചരിക്കാൻ മാനസാന്തരത്തോടെ മടങ്ങി വന്നവരാണ്. പഴയ മോശമായ വാക്കുകളെയും വഷളായി സംസാരിക്കുന്ന വാക്കുകളെയെല്ലാം ഉപേക്ഷിച്ച് സത്യസന്ധതയോടും സമാധാന വാക്കുകൾ സംസാരിച്ച് ദയവുള്ളവരായി, ദീർഘക്ഷമ ഉള്ളവരായി, ക്ഷമിക്കുന്നവരായി മാനസാന്തരത്തോടെ മടങ്ങി വന്ന് നിങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ക്ഷീണത്തോടെയോ ബലഹീനതയോടെയോ ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അരുളി ചെയ്യുന്നു, നീ ബലത്തോടെ മടങ്ങിപ്പോകും, നീ ശക്തിയോടെ മടങ്ങിപ്പോകുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം അരുളി ചെയ്യുന്നു. കാരണം ഇത് നിന്റെ ആഗ്രഹമല്ല, നിന്റെ വിഷമമായ ഉള്ള കാര്യമാണെങ്കിലും ചിലപ്പോൾ നീ പറയാം, യാക്കോബ് പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാൻ ഒരു പരാതി ഉണ്ടായിരിക്കാം. യാക്കോബ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഓ ജേക്കബ്, ഹൗ കാൻ യു സേ ദ ലോർഡ് ഡസ് നോട്ട് സീ യുവർ ട്രബിൾ. ചില ഭാഗം ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടം. മലയാളത്തെക്കാളും വളരെ സ്പർശമായിട്ടും സ്ഫുടമായിട്ടും വളരെ വ്യക്തമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഐ ലൈക്ക് ടു, എനിക്ക് ഇംഗ്ലീഷിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഹൗ കാൻ യു സേ യു ജേക്കബ് ദാറ്റ് ഐ ഹാവൻറ്റ് സീൻ യുവർ ട്രബിൾ. നിന്റെ കഷ്ടതയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? ഓ ഇസ്രായേൽ, ഹൗ കാൻ യു സേ ദാറ്റ് ഗോഡ് ഇഗ്നോർ യുവർ റൈറ്റ്സ്. നിന്റെ അവകാശത്തെ ദൈവം അവഗണിച്ചു എന്ന് എങ്ങനെ നിനക്ക് പറയാൻ കഴിയും? ഇവനാരോടെയാ പറഞ്ഞ? അടുത്തിരുന്നവരോടെയല്ല. തിരഞ്ഞെടുക്കപ്പെട്ടവൻ വേറെ ലെവലിൽ ജീവിക്കുന്നവനാണ്. ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ ജനം എന്ന് പറയുന്നത് മാനസാന്തരപ്പെട്ട ജനം, അല്ലെങ്കിൽ പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച് മടങ്ങി ദൈവസന്നിധിയിൽ ഭയഭക്തിയോടെ ജീവിക്കുന്നവൻ പരാതി ആരോടെ ആയിരിക്കും എന്നറിയാമോ? ദൈവത്തോടെ മാത്രമേ ഇരിക്കത്തുള്ളൂ. കാരണം ഇവൻ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും നാട്ടുകാരോടോ വീട്ടുകാരോടോ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പരിഹാരം തരാൻ കഴിയാൻ സാധ്യമല്ല. കർത്താവെ, ഞാൻ മാനസാന്തരപ്പെട്ടിട്ട് എത്ര കാലമായി, ഞാൻ അനുഭവിക്കുന്ന വേദന അങ്ങ് കാണുന്നില്ലയോ എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ച വിഷയം ദൈവം അങ്ങ് തുറന്നു പറയുകയാണ്. ഓ ജേക്കബ്, ഹൗ കാൻ യു സേ ദാറ്റ് ലോർഡ് ഡസ് നോട്ട് സീ യുവർ ട്രബിൾ. ഓ ഇസ്രായേൽ, എൻ്റെ ജനമേ, നിനക്കെങ്ങനെ പറയാൻ കഴിയും ഗോഡ് ഇഗ്നോർസ് യുവർ റൈറ്റ്സ്? നിന്റെ അവകാശത്തെ ഞാൻ അവഗണിച്ചു എന്ന് എങ്ങനെ നിനക്ക് പറയാൻ സാധിക്കും? നീ മാനസാന്തരത്തോടെ മടങ്ങി വന്നവനല്ലയോ? ഞാൻ നിനക്ക് മറഞ്ഞിരിക്കുമോ? നീ പാപ ജീവിതത്തെ ഉപേക്ഷിച്ച് മടങ്ങി വന്നതുകൊണ്ട് ഞാൻ നിന്റെ ജീവിതത്തിൽ ഐ ആം ആൻ എവർലാസ്റ്റിംഗ് ഗാഡ്. ഞാൻ നിത്യ ദൈവമായി നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഐ വിൽ ബി ആൻ എവർലാസ്റ്റിംഗ് ഗോഡ്. നിത്യ പിതാവ്, സമാധാന പ്രഭുവായി ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് സഭയോട്, മാനസാന്തരത്തോട് മടങ്ങി വന്ന് ദൈവജനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നത്, എനിക്ക് നിന്നെ ശക്തിപ്പെടുത്താൻ മനസ്സ് ഉണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്. ഐ ആം വില്ലിംഗ് ടു ഗീവ് മൈ സ്ട്രെങ്ത് ടു യു ആൻഡ് ഐ വിൽ pour out my strength. എൻ്റെ ശക്തിയെ ഞാൻ നിന്റെ ജീവിതത്തിൽ പകരും. അത് ആത്മീയമാകട്ടെ, ശാരീരികമായാകട്ടെ, മാനസികമായാകട്ടെ, നീ ഏത് സാഹചര്യത്തിൽ ക്ഷീണിച്ചു പോയോ, മനസ്സും കൊണ്ട് ക്ഷീണിച്ചു പോയിരിക്കാം. നിന്റെ ആത്മീയ ജീവിതം പിന്മാറ്റത്തിൽ അല്ലെങ്കിൽ ക്ഷീണിച്ചു പോയിരിക്കാം, മടുത്തു പോയിരിക്കാം, പ്രാർത്ഥിച്ചു മടുത്തു പോയിരിക്കാം, ആരാധിച്ചു മടുത്തു പോയിരിക്കാം, പ്രബോധിച്ചു മടുത്തു പോയിരിക്കാം.
വചനം പ്രബോധിച്ച് മടുത്തു പോയിരിക്കാം. കർത്താവ് പറയുന്നു, എത്ര കാലം നീ ക്ഷീണിച്ചിരിക്കും? എനിക്കറിയാം. കർത്താവ് പറയുന്നു, നീ കേട്ടിട്ടില്ലയോ, യഹോവ നിത്യ ദൈവം, ഭൂമിയുടെ അറുതുകളെ സൃഷ്ടിച്ചവൻ തന്നെ. അങ്ങ് ക്ഷീണിക്കുന്നില്ല, തകർന്നു പോകുന്നില്ല. അങ്ങയുടെ ബുദ്ധി അഭ്രയമത്രേ. He has got deep understanding. നിനക്ക് നിന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാളും വളരെ ആഴമായി മനസ്സിലാക്കിയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിന്നെ സൃഷ്ടിച്ച ദൈവം മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട്, നമുക്ക് നമ്മെക്കുറിച്ച് അറിയാം, അല്പം അറിയാം. പക്ഷേ നമ്മളെ ആഴമായി അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിങ്ങൾ ഓടി ചില വിഷയങ്ങൾക്ക് വേണ്ടി ഓടി തളർന്ന് ഇതിന് പരിഹാരമുണ്ടോ എന്ന് വേദനയോട് കടന്നു വന്നിരിക്കാം, വിഷമത്തോട് കടന്നു വന്നിരിക്കാം. പ്രാർത്ഥിച്ച് കാലങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ ചിലപ്പോൾ ദൈവസന്നിധിയിൽ പറഞ്ഞിരിക്കാം, കർത്താവേ പ്രാർത്ഥിച്ച് കാലങ്ങളായി, ഹല്ലേലൂയ കർത്താവേ, ഇതിന് ഒരു മറുപടി ഉണ്ടോ, ഇതിനൊരു ഉത്തരമുണ്ടോ, ഇതിനൊരു ആൻസർ ഉണ്ടോ എന്ന് നിങ്ങൾ വളരെ വിഷമത്തോട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, നീ പഴയ ജീവിതത്തെ ഉപേക്ഷിച്ച്, ഹല്ലേലൂയ, നീ പഴയ പാപജീവിതത്തെ ഉപേക്ഷിച്ച് നീ ഹല്ലേലൂയ മാനസാന്തരത്തോടെ മടങ്ങി വന്നതുകൊണ്ട് ഹല്ലേലൂയ, ഞാൻ നിനക്ക് മറഞ്ഞിരിക്കത്തില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല, നീ ക്ഷീണിച്ചു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, നീ ബലഹീനനായി ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കത്തില്ല, ഞാൻ നിന്നെ ബലപ്പെടുത്തി, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തി, ഞാൻ നിന്നെ മനോഹരമായി വഴി നടത്തും എന്ന് യഹോവ സഭയിൽ അരുളി ചെയ്യുന്നു. ആമേൻ. ദൈവം തന്നെ ആശ്രയിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ലഭ്യമാണ്. He is available to everyone who trust on him. ദൈവത്തെ ആശ്രയിക്കുന്ന those who depend on him, ദൈവം അവർക്ക് വേണ്ടിയിട്ടാണ്. Those who wait upon him, അങ്ങക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം വെളിപ്പെടും നിശ്ചയം. വചനം പറയുന്നു, അങ്ങക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അവർ എത്ര പറന്നാലും, എത്ര നടന്നാലും, എത്ര ഓടിയാലും അവർ ക്ഷീണിച്ചു പോകത്തില്ല. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി സഭയിൽ ദൈവം അരുളി ചെയ്യാൻ പറഞ്ഞ വാഗ്ദത്തമാണ്. ഇത് ഏറ്റെടുത്തോ, പരിശുദ്ധാത്മാവ് നിന്നെ മനോഹരമായി വഴി നടത്തും. യാക്കോബേ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇസ്രായേലേ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം ജനത്തോട് ദൈവം അരുളി ചെയ്യുന്നു. നിന്റെ വിചാരങ്ങളെയും നിന്റെ നനവുകളെയും അറിയുന്ന ദൈവം നിന്റെ എല്ലാ അകൃത്യങ്ങളെയും മോഹിച്ച് നിന്റെ സകല പാപങ്ങളെയും ക്ഷമിച്ച് തൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യപ്പെടുത്തി നിന്റെ ക്ഷീണങ്ങളെ അവൻ വഹിച്ചെങ്കിൽ ദൈവം നിന്നെ ശക്തിയോട് വഴി നടത്തും നിശ്ചയം. പരിശുദ്ധാത്മാവ് പറഞ്ഞതാ, മാനസാന്തരത്തിന്റെ ഫലം നിങ്ങൾ കായ്പീൻ. പണ്ട് നിങ്ങൾ ദേഷ്യപ്പെട്ടു, ഇന്ന് ക്ഷമിക്കുക. അന്ന് കോപത്തോടെ സംസാരിച്ചു, ഇന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങി. അന്ന് പരദൂഷണം പറഞ്ഞു, ഇന്ന് ആ സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ വാടച്ചിരിക്കുന്നു. അവർ കരങ്ങളെ വരുത്തി ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അതിനെ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു നാളും മറഞ്ഞിരിക്കത്തില്ല. കാരണം ദൈവസന്നിധിയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ അത് ദൈവം പൂർത്തിയാക്കും. നിവർത്തിക്കുമെന്നല്ല, കർത്താവ് പൂർത്തിയാക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ശുദ്ധീകരിക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ വീണ്ടെടുക്കും. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കരിന്തിരികളെ മുറിച്ചു കളയും. ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളെ പുതിയ എണ്ണയാൽ അഭിഷേകം ചെയ്യും. ഇനി നാറ്റമുള്ള ഒരു ജീവിതമല്ല. ലോകത്താൽ പരിഹസിക്കപ്പെട്ട വ്യക്തികളാണെങ്കിലും അവരുടെ നടുവിൽ നിങ്ങൾ തീ സ്തംഭങ്ങളായിട്ട്, ജ്വലിച്ച് പ്രകാശിക്കുന്ന തീ സ്തംഭങ്ങളായിട്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഞാൻ പ്രവചിക്കട്ടെ. മാനസാന്തരത്തോട് അച്ചടക്കത്തോട് മടങ്ങി വന്നവനെ ദൈവം ഹല്ലേലൂയ ശത്രുക്കളുടെ നടുവിൽ സൗരഭ്യവാസനയായി തീർക്കും. ഒരു കാലത്ത് നിങ്ങളും ഞാനും ബാബേൽ ശക്തിയാൽ വശീകരിക്കപ്പെട്ടു. 40-ാമത്തെ അധ്യായത്തിൽ ഉള്ള മർമ്മങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ കാര്യം തന്നെ ദൈവസന്നിധിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുക. Once upon a time we are led by the spirit of Babel.
ബാബേൽ ശക്തികൾ നമ്മെ വശീകരിച്ച് അതിന് അടിമപ്പെട്ട് പാപജീവിതത്തിൽ കിടന്ന നമ്മളെ ദൈവം ഉണർത്തിയപ്പോൾ ബാബേലെ വിട്ട് തിരിഞ്ഞ് മടങ്ങി നമ്മൾ ദൈവസന്നിധിയിലേക്ക് വന്നു. കാരണം നീ യാക്കോബാ, നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. നീ പോയെന്ന് പറഞ്ഞിട്ട് ബാബേൽ ശക്തിയാൽ വശീകരിക്കപ്പെട്ട് ലോകമോഹത്താൽ വശീകരിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ദൈവം മൗനമായിരിക്കുന്നവനല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ദൈവത്തിന് നിന്നോട് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന് നിന്നോട് കടപ്പാടുണ്ട്. ഇസ്രായേലേ, നീ എൻ്റെ ജനം, ഞാൻ നിനക്ക് മറഞ്ഞിരിക്കത്തില്ല. മേ ബി യു ആർ ഫേസിങ് ലോട്ട് ഓഫ് ട്രബിൾസ്. വളരെ കഷ്ടങ്ങളിൽ കൂടി നീ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. പല അവകാശങ്ങളും നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. എന്തുകൊണ്ട് കർത്താവേ, എൻ്റെ അവകാശങ്ങളൊന്നും എനിക്ക് തിരിച്ച് കിട്ടുന്നില്ല എന്ന് നീ വേദനയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ഐ ആം ആൻ എവർലാസ്റ്റിംഗ് ഗോഡ്. ഞാൻ നിത്യപിതാവ്. ഐ ആം ആൻ എവർലാസ്റ്റിംഗ് ഗോഡ്. ഒരു കാലത്ത് അസറിയൻ്റെ സ്പിരിറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സത്യവചനത്തെ നിഷേധിച്ച് അതിനെ തർക്കിച്ച് ഇതാണ് സത്യം എന്ന് പറഞ്ഞ് നടന്നു. പക്ഷേ ദൈവം നമ്മളോട് മനസ്സലിഞ്ഞ് അസറിയൻ്റെ ബന്ധനത്തിലിരുന്ന് നമ്മളെ വിട്ടുവെച്ചു. കൃപയാൽ, നമ്മുടെ കഴിവല്ല. ഒത്തിരി അസരിയരുടെ സ്പിരിറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചു, നമ്മളെ തെറ്റായ വഴിയിൽ കൂടെ നയിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൻ്റെ അധീനതയിലിരുന്ന്, അവൻ്റെ സ്വാധീനതയിലിരുന്ന് പരിശുദ്ധനായ ദൈവം നമ്മളെ കൃപയാൽ ഹല്ലേലൂയ രക്ഷിച്ചു. അതിനെ കർത്താവിനെ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇത് നമ്മുടെ കഴിവല്ല, മിടുക്കല്ല. മരുഭൂമിയിൽ ഒരുവൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുവീൻ, വഴികളെ ഒരുക്കുവീൻ. ക്ലിയർ യുവർ വേസ്. നിന്റെ വഴിയെ ഒരുക്ക്, നേർമയായ വഴിയിലേക്ക് സഞ്ചരിക്കുക, മാനസാന്തരപ്പെട്ട് പഴയ ജീവിതത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ മടങ്ങി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഇടയായി. നിങ്ങൾക്കറിയാമോ, ഒരു മണവാട്ടിയെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി മണവാളന്. മണവാളൻ്റെ വാക്ക് ഉറപ്പുള്ള വാക്കാണ്, ജീവനുള്ള വാക്കാണ്. എത്ര പേടിച്ച് മണവാട്ടി ഇരുന്നാലും നീ പേടിക്കണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മണവാട്ടിക്ക് ധൈര്യമാണ്. യേശു ക്രിസ്തു ആരാന്നറിയാമോ? ഈസ് അവർ ഹസ്ബൻഡ്, നമ്മുടെ ഭർത്താവ്. കരങ്ങളെ നെഞ്ചത്തോട് വെച്ച് പറ, ഉറപ്പോടെ പറ, കർത്താവ് യേശു ക്രിസ്തു എൻ്റെ ഭർത്താവ് എന്ന് പറ. നിന്റെ ഭർത്താവും നിന്റെ രക്ഷകനും യേശു കർത്താവാണ് പറയുന്നത്. നീ ഭയപ്പെടേണ്ട, നിന്റെ ദുഃഖ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ദുഃഖ ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നീ ചിലപ്പോൾ ദുർബലനായ ഒരു വ്യക്തിയായിരിക്കാം, പുല്ലെ പോലെ വാടിപ്പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിനക്ക് മനസ്സിലാക്കി, നീ നേടിയ സകല മഹത്വങ്ങളും പുല്ലിൽ പൂത്ത പൂ വാടിപ്പോയതുപോലെ നീ നേടിയ സകല നന്മകളും വാടിപ്പോയിരിക്കാം. പക്ഷെ കർത്താവിൻ്റെ വചനം പറയുന്നു, എൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനം. എൻ്റെ വചനം നീ കേട്ട്, എൻ്റെ വചനം കേട്ട് നീ മാനസാന്തരപ്പെട്ടു, എൻ്റെ വചനം കേട്ട് നീ മടങ്ങി വന്നു. അങ്ങനെയാണെങ്കിൽ നിന്നെ വാടിപ്പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ദൈവം നിന്നെ വാടിപ്പോകാൻ അനുവദിക്കത്തില്ല. ദൈവം തൻ്റെ തിരുവചനത്തിൽ ഒരു മനുഷ്യൻ്റെ വീണ്ടെടുപ്പും ജീവനും ജീവിതവും നന്മകളും അനുഗ്രഹങ്ങളും സകല ആശീർവാദങ്ങളും സ്വർഗസ്ഥനായ ദൈവം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം വീണ്ടെടുക്കപ്പെട്ട, അല്ലെങ്കിൽ മടങ്ങി വന്ന, മാനസാന്തരത്തോട്ട് തിരികെ വന്ന, ഇനി ഞാൻ പഴയ ജീവിതം എനിക്ക് വേണ്ട, പാപജീവിതം വേണ്ട, മദ്യപാനം വേണ്ട, പുകവലി വേണ്ട, പരദൂഷണം വേണ്ട, വഷളായി സംസാരിക്കുന്നത് വേണ്ട, കോപം വേണ്ട, വഴക്ക് വേണ്ട, തല്ല് വേണ്ട, ഇതൊന്നും വേണ്ട എന്ന് മടങ്ങി വന്ന് വിഷമത്തോടെ ഇരുന്ന യാക്കോബോടെ പറഞ്ഞത്, യാക്കോബേ നീ വിഷമിക്കണ്ട, ഞാനല്ലേ നിന്നെ തിരഞ്ഞെടുത്തത്. നീ നിന്റെ അമ്മ റെബേക്കയുടെ ഉദരത്തിൽ ഉളവാകും മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു.
നിന്റെ കൂടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, ഒരു കൂടപ്പുറപ്പുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു ഗർഭപാത്രത്തിൽ. കൂടെ ഇരുന്നവൻ പോലും കൂടെ നിന്നില്ല. കൂടെ നിന്നില്ലെങ്കിലും ആ ഗർഭപാത്രത്തിൽ സൃഷ്ടിച്ചവൻ അന്ത്യം വരെ കൂടെ ഇരിക്കും. കൂടെ ഇരുന്ന ഗർഭപാത്രത്തിൽ കൂടെ ഇരുന്നവനല്ല നിന്നെ തിരഞ്ഞെടുത്തത്, നിന്നോട് കൂടെ പിറന്നവനല്ല ഈസഹാക്കല്ല നിന്നെ തിരഞ്ഞെടുത്തത്. ഇല്ല, നിന്നെ സ്നേഹിച്ച റെബേക്കാൾക്കും യാക്കോബിന് എന്ത് ചെയ്യാൻ പറ്റിയില്ല? സംരക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നീ പേടിക്കേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ബിക്കോസ് ഐ ഹാവ് ചോസൺ യു. നീയല്ല എന്നെ തിരഞ്ഞെടുത്തത്. ഉദരത്തിൽ ഉളവാകും മുന്നമേ ഞാൻ നിന്നെ അറിഞ്ഞു. സൃഷ്ടിച്ചപ്പോൾ ഞാൻ നിന്നെ വേർതിരിച്ചു. പ്രസവിച്ചപ്പോൾ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഇനി നീ എനിക്കുള്ളവനാ. നിനക്കെന്ത് സംഭവിച്ചാലും നിന്റെ ജീവിതത്തിലെ മാസ്റ്റർ ഞാനാ. അതാണ് നിങ്ങൾ, മറക്കരുത്. മടങ്ങി വന്നവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാ, മാനസാന്തരപ്പെട്ടവൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. അതുകൊണ്ട് ഓരോ ഞായറാഴ്ചയും പറയുന്നത്, മാനസാന്തരത്തോടെ ജീവിച്ചോ, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യും. ഓ ജേക്കബ്, ഹൗ ക്യാൻ യു സേ ദ ലോർഡ് ഡസ് നോട്ട് സീ യുവർ ട്രബിൾ? മാനസാന്തരത്തോട് മടങ്ങി വന്നവന് സ്വർഗത്തിലെ ദൈവം മറഞ്ഞിരിക്കുമോ? ഒരിക്കലും മറഞ്ഞിരിക്കത്തില്ല. ബിക്കോസ് ഹീ ഈസ് ആൻ എവർലാസ്റ്റിംഗ് ഗാഡ്. നിനക്ക് നിത്യ പിതാവായി, നിത്യ ദൈവമായി, എൽ ഓലാമായി നിൻ്റെ ജീവിതത്തിൽ അനുദിനവും നിന്നോട് കൂടെ ഇരിക്കും. അവിടെ കർത്താവ് പറയുന്നു, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു വെരി വെൽ. എനിക്ക് നിന്നെ വളരെ വ്യക്തമായിട്ടും നന്നായിട്ടും ആഴമായിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ വിചാരപ്പെടുന്നത്? യാക്കോബ് ഏശായാവും ഈസഹാക്കിന് ജനിച്ച ഇരട്ടകളായിരുന്നു. ഏശാ അപ്പൻ്റെ മോനായിരുന്നു, പ്രിയപുത്രനായിരുന്നു. യാക്കോബ് അവൻ്റെ അമ്മ റെബേക്കാളുടെ ഓമനപുത്രനായിരുന്നു. രണ്ടുപേരും രണ്ടുപേരുടെ ചിറകിൻ്റെ കീഴിലാണ് വളരുന്നത്. അപ്പൻ്റെ പ്രയോറിറ്റി ഏശായാവായിരുന്നു, അമ്മയുടെ പ്രയോറിറ്റി യാക്കോബായിരുന്നു. അങ്ങനെ എപ്പോഴും അപ്പൻ ഏശാവിന് കൺസിഡറേഷൻ കൊടുക്കും. മരിക്കാറായപ്പോൾ അപ്പൻ വിചാരിച്ചു, മൂത്ത മോനെ അനുഗ്രഹിച്ചിട്ട് വേണം ഒന്ന് കണ്ണടയ്ക്കാൻ. പക്ഷേ റബേക്ക തീരുമാനിച്ചു, അപ്പൻ്റെ അനുഗ്രഹം എങ്ങനെയെങ്കിലും എൻ്റെ മോനെ വാങ്ങിച്ചു കൊടുക്കണം, കൊടുത്തിട്ട് വേണം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഭയങ്കര സ്മാർട്ടായിരുന്നു യാക്കോബ്. ഭയങ്കര സ്മാർട്ട്, അറിവുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്, ജ്ഞാനമുള്ളവനാണ്. ഇവൻ നോക്കിയപ്പം എങ്ങനെയെങ്കിലും ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്യണം? അടിച്ചെടുക്കണം. അവൻ്റെ അറിവും കൊണ്ടും അവൻ്റെ കഴിവും കൊണ്ട് വീട്ടിലെ ജ്യേഷ്ഠാവകാശം എന്ത് ചെയ്തു? അടിച്ചു മാറ്റി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം അമ്മ പറയുന്നുടാ, അപ്പൻ അറിവ് കിട്ടി, അപ്പൻ മരിക്കാറായി, അപ്പൻ്റെ അനുഗ്രഹം, നിൻ്റെ ചേട്ടന് കൊടുക്കുന്ന അനുഗ്രഹം നീ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലും വാങ്ങിക്കണം, അതിനുള്ള വഴി ഞാൻ ഒരുക്കി തരാം. എൻ്റെ അറിവും കൊണ്ട് ചിന്തിച്ചപ്പം ജ്യേഷ്ഠാവകാശം കൊണ്ട് കൂടാതെ അപ്പൻ്റെ അനുഗ്രഹം, ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞ് ഇവൻ വിചാരിച്ചു, ഞാൻ സംതൃപ്തനാണ്, ഇനി എൻ്റെ ലൈഫ് സക്സസ്ഫുൾ എന്ന് വിചാരിച്ചു. അങ്ങനെ സക്സസ്ഫുൾ എന്ന് വിചാരിക്കുന്ന വിശ്വാസികളുണ്ട്. ഒരു 30-35 വയസ്സ് പ്രായമായിരിക്കുമ്പം നമ്മൾ പറയത്തില്ല, എത്ര രക്ഷിക്കപ്പെട്ടാലും എനിക്ക് അറിയാം, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് കുടുംബമഹത്വമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് ജ്യേഷ്ഠാവകാശമുണ്ട്, എൻ്റെ അപ്പൻ്റെ അനുഗ്രഹമുണ്ട്, എനിക്ക് മുമ്പോട്ട് പോകാൻ എനിക്കറിയാം. കാലങ്ങൾ കഴിഞ്ഞു. ഏകദേശം യാക്കോബ് 77 വയസ്സായി. പെണ്ണ് കിട്ടിയില്ല, ആരും പെണ്ണ് കൊടുത്തില്ല. 77 വയസ്സിൽ നടക്കുന്ന സംഭവം. അവൻ ബലവാനായിരുന്നിരിക്കണോ ബലഹീനനായിരുന്നിരിക്കണോ? ഇനി ആരെങ്കിലും പെണ്ണ് കൊടുക്കുമോ? ഞാൻ പറയട്ടെ, 77 വയസ്സ് പ്രായമായിട്ട് പെണ്ണ് കെട്ടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന നിശ്ചയം. മാനസാന്തരത്തോടെ ജീവിക്കണം. കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, മാനസാന്തരത്തോടെ ജീവിക്കണം. 77 വയസ്സായി, ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഇവരുടെ ജീവചരിത്രമൊക്കെ അങ്ങനെ വായിച്ച് സന്തോഷിക്കാറുണ്ട്. പക്ഷെ അവർ പോയ കഷ്ടാനുഭവങ്ങൾ ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ആരെയും ദൈവം ആ കഷ്ടത്തിൽ കൂടെ അനുവദിച്ചിട്ടില്ല.
വളരെ പ്രയാസത്തിലും വേദനയിലും കൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് യാക്കോബ്. അവൻ്റെ സ്വന്തം കഴിവിൽ രക്ഷപ്പെടാം, സക്സസ്ഫുള്ളായിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച സകല പദ്ധതികളും അവൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി. എല്ലാം നഷ്ടപ്പെട്ടു പോയി. ഒരു ദിവസം അവൻ്റെ ചേട്ടൻ പറഞ്ഞു, എടാ, എൻ്റെ അപ്പൻ്റെ കാലം കഴിയുമ്പോൾ നിന്നെ എന്ത് ചെയ്യും, ഞാൻ കൊന്നുകളയും. അമ്മ കേട്ടപ്പം വളരെ വിഷമിച്ചു. കാരണം അമ്മയുടെ ഓമന പുത്രനായിരുന്നു. അമ്മ അപ്പനോട് വേഗം ചെന്ന് പറഞ്ഞു, പപ്പ, നമ്മുടെ ഇളയ മോനെ മൂത്ത ചേട്ടൻ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കണം, പുറപ്പെട്ടു പോകാൻ പറയണം. അപ്പം പറഞ്ഞു, മോനെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഒരു കണ്ടീഷനേ ഉള്ളൂ, നീ അക്രൈസ്തവരുടെ ഇടയിൽ ചെന്ന് പോയി എന്ത് ചെയ്യരുത്, കല്യാണം കഴിക്കരുത്. കാനാനീയ പെണ്ണുകളെ, സ്ത്രീകളെയോ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെയോ ഒന്നും കല്യാണം കഴിച്ചു. അത് അപ്പൻ്റെ കണ്ടീഷൻ അതായിരുന്നു. നീ പോയി അമ്മയുടെ വീട്ടിൽ ചെന്നേക്കണം. അവിടെ അമ്മയുടെ സഹോദരൻ്റെ മോളെ നീ വിവാഹം കഴിച്ചേക്കണം. അമ്മയുടെ വീട് എത്ര ദൂരം എന്നറിയാമോ? 800 കിലോമീറ്ററാണ്. ഇവിടെ നിന്ന് ഹൂബ്ലി എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. ഇവിടെ നിന്ന് ഹൂബ്ലി പോകുന്ന ദൂരമാണ് 800 കിലോമീറ്റർ. നമ്മൾ ഈ കവല വരെ പോകണമെങ്കിൽ 2 വീലർ എടുക്കുന്നവരാണ്. വണ്ടി ഇല്ലെങ്കിൽ അടുത്തവൻ്റെ വീട്ടിൽ പോയെങ്കിലും വണ്ടി എടുത്തിട്ട് ഇപ്പോൾ കൊണ്ടുവരാൻ ചേട്ടാ, എനിക്ക് ഒരു സാധനം വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നവർ. ഒരു ഫർലങ്ക് പോലും നടക്കാത്ത നമ്മൾ, 77 വയസ്സ് പ്രായമുള്ള യാക്കോബ്, പെണ്ണ് കിട്ടിയിട്ടില്ല. അപ്പം പറഞ്ഞു, പുറപ്പെട്ടോ. അവനെ ഓമനിച്ച് വളർന്ന അമ്മ പറഞ്ഞു, പുറപ്പെട്ടോ. എല്ലാം തകർന്നു. ഓരോ വാക്കുകളും ഇവനെ തകർക്കുന്ന വാക്കുകളായിരുന്നു, ഇവനെ ക്ഷീണിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. ശാരീരികമായി ക്ഷീണിച്ചു വരുന്നു, കൂടാതെ മാനസിക മണ്ഡലം പൊളിഞ്ഞുപോയി, മൊത്തം തകർന്നുപോയി, വിഷമത്തിലായിപ്പോയി. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് സന്തോഷത്തോടെയല്ല, വളരെ വേദനയോടെ ഇറങ്ങിയത്. നിങ്ങൾക്കും എനിക്കും ആ അനുഭവം വന്നിട്ടില്ല, വരാത്തതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഒന്നാലോചിക്ക്, ഒരു കൊട്ടാരത്തിൽ ഒരു രാജാവിൻ്റെ പുത്രനായി ജനിച്ചവനായി. ഈസാക്ക് സാധാരണപ്പെട്ടവനല്ല. അവനെക്കുറിച്ച് വചനം പറയുന്നത് ആ ദേശത്ത് പാർത്തവരെല്ലാം അവനെ കണ്ട് പേടിച്ചെന്നു. അപ്പോൾ അവൻ അധികാരമുള്ള ഒരു പവർഫുൾ മാനായിരുന്നു. ആബ്രഹാം അതേപോലെയായിരുന്നു. ദൈവം ആ ദേശത്ത് അവനെ പവർഫുള്ളാക്കി വെച്ചിരുന്നു. ദേശത്ത് പാർക്കുന്നവർ, അക്രൈസ്തവർക്ക് എല്ലാവർക്കും അവനെ കാണുമ്പോൾ പേടിയ, അവിശ്വാസികൾക്ക് അവനെ പേടിയ. ആബ്രഹാമിൻ്റെ കൊച്ചുമകന് ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, നിലനിൽപ്പ് നഷ്ടപ്പെട്ടു, തൻ്റെ ഭവനം നഷ്ടപ്പെട്ടു, അവൻ്റെ അപ്പൻ നഷ്ടപ്പെടുകയാണ്, അമ്മ നഷ്ടപ്പെടുകയാണ്, സഹോദര സ്നേഹത്തിന് പകരം അവൻ ശത്രുവായിട്ട് മാറി. എല്ലാം നഷ്ടപ്പെട്ടവനെ ഇറങ്ങി. ശ്രദ്ധിക്കണം, നാം ആയിരുന്നിരുന്നെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളവിടെ പ്രതികരിച്ചേനെ, നമ്മൾ അവകാശം പറഞ്ഞു നിന്നേനെ, നമ്മുടെ റൈറ്റ്സ് പറഞ്ഞേനെ. പപ്പ, എനിക്കുള്ള അവകാശം എനിക്ക് വേണം. അപ്പൻ ഇത്ര ആടുകളുണ്ട്, ഇത്ര മാടുകളുണ്ട്, ഇത്ര വണ്ടിയുണ്ട്, ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, എനിക്കതിൻ്റെ അവകാശം വേണം. റൈറ്റ്സ് ചോദിച്ച് നിന്നേനെ. പക്ഷേ ഇവൻ റൈറ്റ്സ് ചോദിച്ചില്ല. ഉള്ളിലുണ്ടായിരുന്നു, ഞാനൊരു അവകാശിയാണല്ലോ, എൻ്റെ അപ്പൻ സേവിച്ച ദൈവത്തെയാണല്ലോ ഞാൻ സേവിച്ചത്, ഞാൻ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പോയിട്ടില്ലാത്തവൻ. അവൻ്റെ ഉള്ളിൽ പറഞ്ഞു. അവൻ്റെ അപ്പനോടെയോ അവൻ്റെ അമ്മയോടെയോ അവൻ്റെ സഹോദരനോടോ അവൻ ബാധിക്കാൻ പോയില്ല, പ്രതികാരം വീട്ടാൻ പോയില്ല, അവൻ്റെ റൈറ്റ്സ് പറയാൻ പോയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതം പരാജയപ്പെടുന്നത് നമ്മുടെ റൈറ്റ്സ് ജനങ്ങളോട്, കുടുംബത്തോട്, മാതാപിതാക്കളോട് പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുന്നത്. നമ്മൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ റൈറ്റ്സിന് വേണ്ടിയിട്ട് അടിയിടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഇവൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു. ഇന്ന് പല വിശ്വാസികൾക്കും പേരെന്നേ ഉള്ളൂ വിശ്വാസികൾ, അവർക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവമല്ല. അവർ റൈറ്റ്സ്, അവർ അഡ്വക്കേറ്റ്സിനെ തേടി പോകുകയാണ്, കേസിന് പോകുകയാണ്, വഴക്കിടാൻ പോകുകയാണ്. പ്രസംഗിയനും പ്രസംഗത്തിൽ പറയുന്നു, നീ അവകാശി, എന്തിനാ നീ വിട്ടുകൊടുക്കുന്നു? നീ ദൈവവേദനയില്ലേ, നീ പോയി അതിനെ എടുക്കണം. പക്ഷെ യാക്കോബിൻ്റെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ നാം അവൻ്റെ മുൻപിൽ ഒന്നുമില്ല. അവൻ മൗനം പാലിച്ചു. ഹി കെപ്റ്റ് ക്വയറ്റ്. അവൻ അവിടെ കരഞ്ഞില്ല, അവൻ നിലവിളിച്ചില്ല, എനിക്ക് റൈറ്റ്സ് ഉണ്ടെന്ന് അവൻ പറയാൻ പോയില്ല. ഹി ലെഫ്റ്റ് ദാറ്റ് പ്ലേസ്. പാട്ടുപാടാൻ അവസരം കിട്ടിയോ? പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയോ? കരഞ്ഞാൽ അവൻ്റെ കണ്ണുനീരെ ഒപ്പാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ? ജീവിതത്തിൽ നേരിട്ട കഷ്ടങ്ങളെയും തിന്മകളെയും ഭാരങ്ങളെയും അവൻ ഏറ്റെടുത്ത് പ്രത്യാശയോടെ അവൻ
തുടങ്ങി അവൻ്റെ വഴിയാത്ര. ഇന്ന് നമുക്ക് 800 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ ആരെങ്കിലോട് നമുക്ക് വഴി ചോദിക്കണം. പക്ഷെ അവന് വഴി പറഞ്ഞു കൊടുക്കാൻ ആരുണ്ടായിരുന്നു? ഇന്ന് നമുക്ക് ആരുമില്ലെങ്കിലും നമുക്ക് GPS ഉണ്ട്. മാപ്പ് ഇട്ടാൽ മതി, എത്തേണ്ട സ്ഥലം നമുക്ക് കൃത്യമായിട്ട് എത്താം. അപ്പൻ പറഞ്ഞു, എടാ നീ ഇന്ന സ്ഥലത്ത് വേണം പോകാൻ. 800 കിലോമീറ്റർ യാത്ര ചെയ്യണം, 1-2 ദിവസമല്ല. രാത്രിയും പകലും ഉറങ്ങാതെ നടന്നാൽ 7 ദിവസം വേണം. വിശ്രമിച്ച് നടന്നാൽ കുറഞ്ഞത് 20 ദിവസം. ക്ഷീണം വന്നാൽ 1 മാസമെങ്കിലും എടുക്കും. 800 കിലോമീറ്റർ ചിന്തിക്കാൻ കഴിയാത്ത ഒരു യാത്രയാണ്. അതും ഇതേപോലെ റോഡ്സിലല്ല, സിംഗിൾ റോഡുമല്ല, ഡബിൾ റോഡുമല്ല, 6 ലൈനുമല്ല, റോഡില്ല. കാടുകളിൽ കൂടി അവൻ നടന്നു പോകണം. പോകുന്ന വഴിയിൽ വന്യമൃഗങ്ങൾ ഉണ്ടാകും, തേളുകളുണ്ടാകും, പാമ്പുകളുണ്ടാകും. ഇതെല്ലാം മറികടന്ന് പോകണം. ഇതെല്ലാം അവൻ്റെ മുൻപിൽ വന്നിട്ടും അതിൻ്റെ നടുവിൽ അവൻ പ്രത്യാശയോടെ ഇറങ്ങി. അവന് മനസ്സിലായി അവൻ്റെ കഴിവും കൊണ്ടും അറിവും കൊണ്ടും നേടിയ സകല നന്മകളും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി. അവന് മനസ്സിലായി അവൻ്റെ അപ്പനോ അവൻ്റെ അമ്മയ്ക്കോ അവൻ്റെ സഹോദരനോ അവനെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അവൻ നടന്ന് പോകുന്ന വഴിയിൽ സൂര്യൻ അസ്തമിച്ചു. എല്ലാ ദിവസവും അസ്തമിച്ചു. ഒരു ദിവസം അസ്തമിച്ചപ്പോൾ അവൻ ഒരു കല്ലെടുത്ത് അവിടെ കിടന്നു. ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. അവസാനം അവൻ ആ കല്ലെടുത്ത് അവിടെ അഭിഷേകം ചെയ്തപ്പോൾ അവൻ തന്നെ ആ സ്ഥലത്തിനൊരു പേരിട്ടു, ബേഥേൽ. അവൻ ബെർശേബ വിട്ട് പദാമരാമിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ദിവസം ഒരു രാത്രി അവൻ കിടന്നുറങ്ങിയ ഒറ്റയ്ക്ക് ഏകാന്തതയിൽ വേദനയോട് കിടന്ന അനേക രാത്രികളുണ്ടായിരുന്നു. പക്ഷെ ഒരു രാത്രി അവൻ പ്രതീക്ഷിക്കാതെ അവൻ്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം പ്രത്യക്ഷപ്പെട്ടു. ഒരു കോണി ഭൂമിക്കും സ്വർഗത്തിനും ലിങ്കായിട്ടിരിക്കുന്നത് അവൻ കണ്ടു. ഇറ്റ് ഈസ് ലിങ്ക്ഡ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ഹെവൻ. അവിടെ ആ ഏണിയിൽ മെസ്സഞ്ചേഴ്സ്, ദൂതന്മാർ കയറി ഇറങ്ങുന്നത്. പല ദൂതുകളുണ്ടായിരുന്നു. പക്ഷെ ദൂതിൻ്റെ മുകളിൽ പരിശുദ്ധനായ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ കണ്ട സ്വപ്നം അവൻ പ്രതീക്ഷിക്കാത്ത സ്വപ്നമാണ്. കാരണം അവൻ ആഗ്രഹിക്കാത്ത സ്വപ്നമാണ്, അവൻ അറിയാത്ത സ്വപ്നമായിരുന്നു. പക്ഷെ സ്വപ്നം കണ്ടപ്പോൾ അവന് മനസ്സിലായി, ഇത് ആബ്രഹാമിൻ്റെയും ഈശാക്കിൻ്റെയും എൻ്റെ അപ്പൻ്റെയും എൻ്റെ അപ്പച്ചൻ്റെയും ദൈവത്തെ അവന് കാണാൻ ഇടയായി. അപ്പച്ചനോട് സംസാരിച്ച ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. അവൻ ആഗ്രഹിച്ചതല്ല, അവൻ ചോദിച്ചതല്ല, അവൻ്റെ വിഷയമല്ലായിരുന്നു. പക്ഷേ ദൈവം അവനെ തിരഞ്ഞെടുത്തത് കൊണ്ട് ദൈവം അവനോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും പറയാം, ദൈവം നിന്നെ തിരഞ്ഞെടുത്താൽ ദൈവം നിന്നെ സംസാരിക്കും. നിൻ്റെ അപ്പനോ നിൻ്റെ അമ്മയോ നിൻ്റെ സഹോദരന്മാരോ നിൻ്റെ കൂടപ്പുറപ്പുകളോ നിന്നെ ഒരു നാളും തിരഞ്ഞെടുക്കത്തില്ല. തിരഞ്ഞെടുത്താലും അവർ തിരഞ്ഞെടുപ്പിനെ മാറ്റിവെക്കും. പക്ഷെ സ്വർഗത്തിലെ ദൈവം, ശ്രദ്ധിച്ചു കേട്ടോ, സ്വർഗത്തിലെ ദൈവം നിന്നെ തിരഞ്ഞെടുത്താൽ ആ തിരഞ്ഞെടുപ്പ് അവൻ ഒരിക്കലും മാറ്റിവെക്കത്തില്ല. അവൻ നിന്നെ ഒരിക്കലും മറക്കത്തില്ല. അതാണ് യാക്കോബ്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ തിരഞ്ഞെടുപ്പിൽ പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ മാനസാന്തരത്തോടെ ജീവിക്കുക. ദൈവം യാക്കോബിന് വെളിപ്പെട്ടതുപോലെ നിനക്കും വെളിപ്പെടും. പോകുന്ന വഴിയിൽ അവൻ കരഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല, അവൻ പിറുപിറുത്തതായിട്ട് എഴുതിയിട്ടില്ല, അവൻ പരാതി പറഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല. അവൻ്റെ അപ്പനെക്കുറിച്ചോ അവൻ്റെ അമ്മയെക്കുറിച്ചോ അവൻ്റെ സഹോദരനെക്കുറിച്ചോ അവൻ എന്തെങ്കിലും പരാതി പറഞ്ഞതായിട്ടില്ല. കാരണം അവൻ മാനസാന്തരപ്പെട്ട വ്യക്തിയായിരുന്നു. ഇന്ന് ദൈവസന്നിധിയിൽ കടന്നു വന്ന പ്രിയ സഹോദര സഹോദരി, നമ്മൾ വിശ്വാസികളാണ്, നല്ലത്. സ്നാനപ്പെട്ടതാണ് നല്ലത്, അഭിഷേകം പ്രാപിച്ചത് നല്ലതാണ്, അന്യഭാഷ സംസാരിക്കുന്നത് നല്ലതാണ്. പക്ഷെ യഥാർത്ഥ മാനസാന്തരം ഉള്ള ജീവിതമില്ലെങ്കിൽ ദൈവം യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കാര്യങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, മാനസാന്തരത്തോട് ജീവിക്കുന്ന അനേകരെ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വേദന അനുഭവിച്ചവരുമുണ്ട്, ചിലർക്ക് വരാൻ കഴിയാത്തവരുമുണ്ട്. എനിക്കറിയാമായിരുന്നു ഇന്ന് ഈ ഞായറാഴ്ച ആ വ്യക്തി വരത്തില്ല എന്നറിയാമായിരുന്നു. ആ വ്യക്തി ഇന്ന് വന്നിട്ടുമില്ല. ഷീ റിജക്റ്റഡ്. കഴിഞ്ഞ ഞായറാഴ്ച ദൈവാത്മാവ് എന്നെ കാണിച്ചു തന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരിയെ, ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് ഇടപെടുമ്പോൾ ആ വചനത്തോട് നിരപ്പ് പ്രാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖമായി മാറും. ഇവിടെ ആ കസാര കാലിയാണെങ്കിൽ സ്വർഗത്തിലും ആ കസാര കാലിയായിട്ട് കിടക്കത്തുള്ളൂ.
നഷ്ടപ്പെടുത്തരുത്. നീ വിളിക്കപ്പെട്ടവനാണ്, നീ വേർതിരിക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീ വില കൊടുത്ത് മറുവിലയ്ക്ക് വാങ്ങിച്ചവനാണ്. ദൈവം കൊടുത്ത വില നീ കളയാതെ സൂക്ഷിക്കുക. അവിടെ യാക്കോബിനെ ദൈവം മുന്നമേ കണ്ടിരുന്നു. ഹി വാസ് ചോസൻ ബിഫോർ ഹി ഈസ് ക്രിയേറ്റഡ് ഇൻ ഹിസ് മദേഴ്സ് വൂം. ദൈവം അവൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്ക് തരാം, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഐ വിൽ ബി യുവർ ഗോഡ്. 3 വാഗ്ദത്തം. ഇതിനേക്കാളും വലിയ വാഗ്ദത്തം ഒന്നും വേണ്ട. എനിക്ക് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാഗ്ദത്തം ദൈവം സ്ഥലം തരാമെന്ന് പറഞ്ഞു. അതിനേക്കാളും വലിയ വാഗ്ദത്തം ഞാൻ നിന്നോട് കൂടെ ഇരിക്കാമെന്ന്. ദൈവം നമ്മുടെ കർത്താവായിട്ട് കൂടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ സമ്പത്തും വലിയ നേട്ടവും ഈ ഭൂമിയിലില്ല. പക്ഷെ ദൈവം പറഞ്ഞത് ഞാൻ നിനക്ക് നീ കിടക്കുന്ന സ്ഥലം തരും, നിൻ്റെ മക്കൾ ഭൂമിയിലെ പൊടിയെ പോലെ വർദ്ധിപ്പിക്കുമെന്ന്. നമ്മളൊന്ന് പ്രസവിച്ച ഉടനെ പ്രസവം നിർത്തുക, ശാപമാണ് കുടുംബങ്ങൾക്ക്. ആ അനുഗ്രഹം മാത്രം ആർക്കും വേണ്ട. ദൈവസന്നിധിയിൽ ഭയഭക്തിയോടെ പറയുന്നു, ദൈവം തന്നെ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിറവേറ്റണം. ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളിൽ ഒരു ദൈവത്തെ സ്തോത്രം ചെയ്താട്ടെ. ഇതാ ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ പോകുന്ന ഇടത്തൊക്കെ ഞാൻ നിന്നെ കാത്ത് മടക്കിക്കൊണ്ടുവരും, ഞാൻ നിന്നെ കാക്കും. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണ്ണിച്ചപ്പം ഇവൻ പറയുകയാണ്, ഈ സ്ഥലത്ത് യഹോവ ഉണ്ട് സത്യം, ഞാനും അത് അറിഞ്ഞില്ല. ആരറിഞ്ഞില്ല? ഞാനറിഞ്ഞില്ല. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി, ജീവിതത്തിൽ വലിയ ഭാരം ഉണ്ടായിരുന്നു. ഞാൻ വഴക്കിടാനൊന്നും പോയില്ല, അവകാശം പോലും ചോദിച്ചു പോയില്ല. എൻ്റെ അപ്പം പറഞ്ഞു, എടാ നീ പുറത്തുനിന്ന് പെണ്ണ് കെട്ടരുത്, നീ ഇന്ന സ്ഥലത്ത് പോയി തന്നെ കല്യാണം കഴിക്കാൻ. അപ്പം പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങി. വളരെ വിഷമമായിരുന്നു, ഭാരമായിരുന്നു, കണ്ണുനീരുടെ താഴ് വരെയായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഹീ ഈസ് ക്ലോസ് ടു മീ എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. ഓർത്തോളൂ, മാനസാന്തരപ്പെട്ടവനോട് കൂടെ ദൈവം ഉണ്ട് മാത്രമല്ല, ഹീ ഈസ് ക്ലോസ് ടു യു ആൻഡ് ഹി വിൽ സ്പീക്ക് ടു യു ആൻഡ് ഹി വിൽ ഗൈഡ് യു. മാനസാന്തരത്തോട് ജീവിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. അവൻ പറയുകയാണ്, ഞാൻ അറിഞ്ഞില്ല. ആ സ്ഥലത്തിന് അവൻ ബേത്തേൽ എന്ന് പേരിട്ടിട്ട് അവൻ പറഞ്ഞതാ, കർത്താവ് എനിക്ക് തരുന്ന സകല അനുഗ്രഹത്തിലും ദശാംശം ഞാൻ കൊടുക്കും, 10 കൊടുക്കും. മോശയുടെ ന്യായപ്രമാണമല്ല, മോശയൊന്നും അന്ന് ജനിച്ചിട്ടില്ല. ആബ്രഹാം, ഈസാക്ക്, യാക്കോബൊന്നും ന്യായപ്രമാണത്തിൻ്റെ കീഴിലില്ല. അവരുടെ കാലഘട്ടത്ത് പാസ്റ്ററില്ല, പ്രവാചകന്മാരില്ല, സുവിശേഷകരില്ല, പുരോഹിതന്മാരില്ല, ആരുമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, ദൈവത്തിൻ്റെ നിയോഗമുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന സകലത്തിൽ 10 ഞാൻ എന്തു ചെയ്യും? കർത്താവിന് ഞാൻ ദശാംശം കൊടുക്കും. അതേപോലെയായിരുന്നു. അവൻ പോയി പദാമറാമിൽ പോയി. അവിടെ സന്തോഷമുണ്ടായിരുന്നു, അവിടെ വലിയ പ്രയാസത്തിലായിരുന്നു. പക്ഷെ അവിടെ എല്ലാം അവൻ മാനസാന്തരപ്പെട്ട ഒരു ജീവിതം നയിച്ചു. ഒത്തിരി ലഹളം ഉണ്ടാക്കിയ റായൽ ഒത്തിരി പ്രശ്നക്കാരിയായിരുന്നു. സുന്ദരിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വാ തുറന്ന വഴക്കിടാനേ അറിയത്തുള്ളൂ. വളരെ പ്രയാസത്തിലായിരുന്നു. അവൻ എല്ലാ സ്ഥലത്തും പ്രതികാരം കിട്ടിയില്ല, വഷളത്വം സംസാരിക്കാൻ പോയില്ല, കുരള പറയാൻ പോയില്ല. അവനെ ഏൽപ്പിച്ച പണി അവൻ വിശ്വസ്തയോടെ ചെയ്തു. അവൻ അറിയാം, ഐ ആം ക്ലോസ് ടു ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ക്ലോസ് ടു മീ. അങ്ങനെ എത്ര പേർക്ക് പറയാൻ കഴിയും? നെഞ്ചത്തോട് വെച്ച് പറയാൻ കഴിയുമോ? ഐ ആം ക്ലോസ് ടു ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ക്ലോസ് ടു മീ എന്ന് പറയാൻ പറ്റുമോ? പറയാനല്ല പറഞ്ഞത്, പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. പറയണം, ഓരോ ദിവസവും പറയാൻ ഉള്ള കൃപ ദൈവം നിങ്ങൾക്കും എനിക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. യാക്കോബേ, നീ വളരെ വേദനയിൽ കൂടെ കടന്നുപോയി, അത് ദൈവത്തിന് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെട്ടത്. അവൻ്റെ ബലമെല്ലാം നഷ്ടപ്പെട്ടു. അവൻ ക്ഷീണിതനായി 77 വയസ്സിൽ തൻ്റെ പിതൃഭവനം വിട്ടിറങ്ങിയപ്പോൾ ഒരു ദിവസം രാത്രി അവൻ്റെ വഴിയാത്രയിൽ തന്നെ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അവന് പ്രത്യക്ഷപ്പെട്ട് കർത്താവ് അവനോട് പറഞ്ഞതാണ്, നീ
കിടക്കുന്ന ഭൂമി ഞാൻ നിനക്ക് തരും, ഞാൻ നിന്നെ മടക്കി കൊണ്ടുവരും, ഞാൻ നിന്നെ കരുതും, ഐ വിൽ കെയർ ഫോർ യു, ഞാൻ നിന്നെ പോറ്റി പുലർത്തും, ഞാൻ നിനക്ക് ഉടുക്കാൻ വസ്ത്രം, പാർക്കുവാൻ ഭവനം, ഭക്ഷിപ്പാൻ ആഹാരം, നിനക്ക് സ്വസ്ഥതയും സമാധാനവും നൽകും. അവൻ പോയ സ്ഥലത്തെല്ലാം ദൈവസന്നിധിയിൽ അവൻ അച്ചടക്കത്തോട് ജീവിച്ചു. വലിയ പ്രയാസങ്ങളുണ്ടായിരുന്നു. അമ്മായിയപ്പൻ്റെ ജീവിതത്തിൽ അമ്മായിയപ്പൻ അവന് ഒത്തിരി പ്രശ്നങ്ങൾ കൊടുത്തു. അവൻ്റെ അളിയന്മാർ അവനെ ഒത്തിരി പ്രയാസത്തിലാക്കി. എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ സാഹചര്യത്തിലും അവൻ മൗനമായിരുന്നു. അവന് അവകാശമുണ്ടായിരുന്നു. അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ പോലും അവന് അവകാശമുണ്ടായിരുന്നു. അവകാശങ്ങളെല്ലാം ഹല്ലേലൂയ ഉണ്ടെന്നവൻ അറിയാം. ആ വേദനയിൽ അവൻ ആയിരുന്നാലും അവൻ അവകാശത്തിനായി അവരോടൊന്നും വാ തുറന്ന് പറഞ്ഞില്ല. ഞാൻ അവകാശിയാണ്, എനിക്കും അതിലൊരു പങ്കുണ്ട്, എനിക്കും അതിലൊരു അവകാശമുണ്ട് എന്ന് അവൻ വാ തുറന്ന് അവരോട് വഴക്കിടാൻ പോയില്ല. കാരണം അവൻ അച്ചടക്കമുള്ളവനായിരുന്നു, അവൻ മാനസാന്തരപ്പെട്ടവനായിരുന്നു, അവൻ വഴക്കാളിയല്ലായിരുന്നു. ഒരു കാലത്ത് അവൻ വഴക്കാളിയായിരുന്നു. പക്ഷെ ദൈവം അവൻ്റെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ സന്ദേശം അവൻ ഏറ്റെടുത്തപ്പോൾ അവന് മനസ്സിലായി, ഇനി എൻ്റെ കഴിവും കണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. ജ്യേഷ്ഠ അവകാശം എൻ്റെ കയ്യിലുണ്ടെങ്കിലും, അപ്പൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിച്ചെങ്കിലും ഇതൊന്നും എന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. ഹല്ലേലൂയ, എന്നെ വഴി നടത്തുവാൻ സർവശക്തനായ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഹല്ലേലൂയ, ദൈവം ഹല്ലേലൂയ അവൻ്റെ വഴിയിലെല്ലാം അവൻ ദൈവത്തെ അക്നോളജ് ചെയ്തു, അവൻ അംഗീകരിച്ചു, ദൈവത്തിൻ്റെ പ്രോമിസിൽ അവൻ വിശ്വസിച്ചു. അവൻ മൗനമായിരുന്നു, അവൻ അച്ചടക്കത്തോടിരുന്നു. എല്ലാ സന്ദർഭങ്ങളിലും ഹി കെപ്റ്റ് ഹിസ് വേർഡ് റൈറ്റ്. ഹല്ലേലൂയ, അവൻ്റെ വാക്കുകളെ ശരിയായ വാക്കുകളായിട്ട് അവൻ ഹല്ലേലൂയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയെ, ഹല്ലേലൂയ, ജീവിതം വളരെ പ്രധാനപ്പെട്ടതാ. ഹല്ലേലൂയ, എത്ര പ്രായം ആയെന്നുള്ള വിഷയം, എത്ര വേദനകളും വിഷമങ്ങളും ജീവിതത്തിൽ ആഞ്ഞടിച്ച് അല്ല വിഷയം. മാനസാന്തരത്തോട് ഉള്ള ഒരു ജീവിതം നയിച്ചാൽ God will be close to you. He will keep you on side of his heart. അവൻ്റെ ഹൃദയഭാഗത്തിൽ നിന്നെ ചേർത്തണച്ചു വയ്ക്കണോ. മാനസാന്തരത്തോടെ ജീവിക്കുക. അവൻ നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള വഴി ഒരുക്കി കൊടുത്താൽ, മാനസാന്തരത്തോട് നീ മടങ്ങി വന്നാൽ തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവേശിക്കും. ദൈവം നിന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ദൈവം നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. അവൻ തൻ്റെ മാറോട് ചേർത്തണയ്ക്കും. യാക്കോബേ നിനക്ക് ആരുണ്ടെന്ന് ചോദിച്ചാൽ അവന് ഒറ്റ ഒരു ഉത്തരമുള്ളൂ, എനിക്ക് എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ. അവൻ വിചാരിച്ചു ഹല്ലേലൂയ, അവൻ ആഗ്രഹിച്ച ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവനൊരു നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാമെന്ന് ഇല്ല. അവൻ്റെ കാൽക്കുലേഷൻ അവിടെയും തെറ്റിപ്പോയി. രാഹേൽ അവൻ്റെ ജീവിതത്തിൽ തലവേദനയായിട്ട് മാറി. അവൻ ഇഷ്ടപ്പെട്ട ഭാര്യ മോഷ്ടിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു, കള്ളിയായിരുന്നു, ദേഷ്യക്കാരിയായിരുന്നു, പ്രതികാരം വീട്ടുന്നവളായിരുന്നു, കയ്പുള്ളവളായിരുന്നു. പക്ഷെ ആ സന്ദർഭങ്ങളിലെല്ലാം യാക്കോബ് ഹി കെപ്റ്റ് ഹിസ് ലൈഫ് ഡിസിപ്ലിൻ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ ജീവിത പങ്കാളി എങ്ങനെ ഉള്ളവൾ അല്ലെങ്കിൽ എങ്ങനെ ഉള്ളവൻ നല്ല വിഷയം. ആ പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും നിനക്കൊരു ഡിസിപ്ലിൻഡ് ലൈഫ് നയിക്കാൻ കഴിയുമോ? ഒരു ഡിസിപ്ലിൻഡ് ലൈഫ് നിനക്ക് നയിക്കാൻ കഴിയുമോ? God loves you so much. God loves you so much. ഞാൻ അവസാനം ദൈവം അരുളി ചെയ്ത് ആ വാക്തത്തെ ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യവനക്കാർ ഇടറി വീഴും, എങ്കിലോ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തി പുതുക്കും. ഇസ്രായേലേ, ദൈവജനമേ, നിന്നെ സൃഷ്ടിച്ച യഹോവയ്ക്ക് കാത്തിരുന്നാൽ നിനക്ക് ദൈവം ശക്തി പകരും. യാക്കോബിന് ദൈവം പകർന്നത് ശക്തി അവൻ്റെ കുടുംബമോ അവൻ്റെ സഹോദരങ്ങളോ അവൻ്റെ സുഹൃത്തുക്കളോ അല്ല. അവനെ സൃഷ്ടിച്ച, അവനെ തിരഞ്ഞെടുത്ത സർവശക്തനായ ദൈവം, എൽ ഓലാം, എവർലാസ്റ്റിംഗ് ഗോഡ്, അവൻ്റെ ജീവിതത്തിൽ ശക്തിയെ പകർന്നപ്പോൾ 20 വർഷം കഴിഞ്ഞപ്പോൾ 97 വയസ്സിൽ അവൻ കഴുകനെ പോലെ ചിറകടിച്ച് മടങ്ങി തൻ്റെ പിതൃഭവനത്തിലേക്ക്, പിതൃദേശത്തിലേക്ക് കടന്നു വരാൻ ഇടയായി. ആ 97 വയസ്സ് പ്രായമായ യാക്കോബ് ഒരു ഇസ്രായേലിനായി മടങ്ങി വന്നു. അവൻ തളർന്നു പോയില്ല, അവൻ ക്ഷീണിച്ചു പോയില്ല.
പോയപ്പോൾ യാക്കോബായിട്ട് പോയി, മടങ്ങി വന്നപ്പോൾ ഇസ്രായേലിനായി മടങ്ങി വന്നു. അതാണ് ദൈവം നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം.